ഓക്കെ ആണ് മിസ്, തുടങ്ങിക്കോ. ഓക്കെ ഓക്കെ. ഹലോ എവ്രിവൺ, എല്ലാവർക്കും ന്യൂസ് അക്കാഡമിയുടെ സാനിറ്ററി കെമിസ്റ്റ് കേരള PSC നടത്തുന്ന സാനിറ്ററി കെമിസ്റ്റിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് അയണിക് ഇക്വിലിബ്രിയ എന്ന് പറയുന്ന ഒരു ചെറിയ പോർഷൻ ആണ്. ക്ലാസ്സിലേക്ക് കടക്കാം. സോ ഈ ഒരു പോർഷൻ വളരെ ചെറിയൊരു പോർഷൻ ആണ്, വളരെ എളുപ്പമായിട്ടുള്ള ഒരു പോർഷനും കൂടെയാണ്. മാർക്ക് നമുക്ക് കൂടുതലും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പോർഷൻ ആണ്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്കൊരു മാർക്ക് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ മാർക്ക് നമുക്ക് ഷുവർ ആയിട്ടും ഉറപ്പിക്കാവുന്നതാണ്. ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്നുള്ളത് അറിയാം നമുക്ക്, അല്ലെ? അതായത് ഫോർവേഡ് റിയാക്ഷൻ ഇസ് ഈക്വൽ ടു ബാക്ക്വേർഡ് റിയാക്ഷൻ, അങ്ങനെ ഉള്ള കണ്ടീഷൻസിനെ നമ്മൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. സോ എന്താണ് അയണിക് ഇക്വിലിബ്രിയം എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. The equilibrium established between the unionized molecule and the ions in the solution of weak electrolyte is called ionic equilibrium. Okay, അതായത് എന്താ പറയുന്നത്, ഞാനിപ്പോ ഒരു സൊല്യൂഷൻ എടുക്കാന്ന് വിചാരിക്കും. ഓക്കെ, ഇതിന് NaCl സൊല്യൂഷൻ ആണ് എടുക്കണം തന്നെ വിചാരിക്കും കേട്ടോ, NaCl. ഓക്കെ, ഈ ഒരു സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് എന്തുണ്ട്? Na+ ഉണ്ട്, അതുപോലെ തന്നെ Cl- ഉണ്ട്, അല്ലെ? അങ്ങനെയുള്ള അയോൺസ് ആണ് ഈ NaCl-നകത്ത് ഉള്ളതെന്ന് നമുക്കറിയാം. ഓക്കെ, ഞാൻ എടുത്തിരിക്കുന്നത് സ്ട്രോങ് ആണ്, ജസ്റ്റ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ് എടുത്തിരിക്കുന്നത്. വീക്കിന്റെ എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് ഞാൻ പറഞ്ഞുതരാം, എന്താണ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്, എന്താണ് വീക്ക് ഇലക്ട്രോലൈറ്റ് എന്നുള്ളത് പറഞ്ഞുതരാം. അതിന് മുന്നേ ജസ്റ്റ് എന്താണ് അയണിക് ഇക്വിലിബ്രിയം എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തതിന് ശേഷം നമുക്ക് ഇലക്ട്രോലൈറ്റ്സിനെ കുറിച്ച് കൂടുതൽ പഠിക്കാം. ഓക്കെ, സോ ഇപ്പൊ NaCl എടുത്തു കഴിഞ്ഞാൽ തന്നെ അതിനകത്ത് എന്തുണ്ട്? Na+ ഉണ്ട്, Cl- ഉണ്ട്, അല്ലെ? സോ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺഅയണൈസ്ഡ് മോളിക്യൂൾ. അൺഅയണൈസ്ഡ് മോളിക്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NaCl തന്നെ. ഇത് എന്ത് ചെയ്തിട്ടില്ല? അയണൈസ് ചെയ്തിട്ടില്ല. അയണൈസ് ചെയ്തു കഴിഞ്ഞാൽ ഇയാൾ എന്തൊക്കെയായിട്ടാണ് മാറുന്നത്? Na+ഉം അതുപോലെ തന്നെ Cl- ആയിട്ടാണ് മാറുന്നത്. ഇതാണ് അതിന്റെ അയണൈസ്ഡ് ഫോം എന്ന് പറയുന്നത്. NaCl എന്ന് പറയുന്നത് അൺഅയണൈസ്ഡ് ഫോം ആയിരിക്കും. ഓക്കെ, സോ ഇവർ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു വീക്ക് ഇലക്ട്രോലൈറ്റ് എടുത്തു കഴിഞ്ഞാല്, വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫുള്ളി അയണൈസ് ആവില്ല കേട്ടോ, അതാണ് വീക്ക് ഇലക്ട്രോലൈറ്റ്. അപ്പൊ അങ്ങനെ ഒരു വീക്ക് ഇലക്ട്രോലൈറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് അൺഅയണൈസ്ഡ് ആയിട്ടുള്ള മോളിക്യൂൾസും അതുപോലെ തന്നെ അയണൈസ് ആവാത്ത, അതാണ് അൺഅയണൈസ്ഡ് മോളിക്യൂൾസ്, അതുപോലെ തന്നെ ആ സൊല്യൂഷനകത്ത് അയണൈസ് ചെയ്യപ്പെട്ട എണ്ണം ഉണ്ടാവും മോളിക്യൂൾസ്. അവർ തമ്മിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു ഇക്വിലിബ്രിയത്തിനെയാണ് നമ്മൾ അയോണിക് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഓക്കെ, അത് ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇലക്ട്രോലൈറ്റ് എന്താണ് എന്ന് പറഞ്ഞതിന് ശേഷം ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ, അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. സോ ഇലക്ട്രോലൈറ്റ്സ് നോക്കൂ, കെമിക്കൽ സബ്സ്റ്റൻസസ് വിച്ച് ക്യാൻ കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഇൻ ദെയർ അക്വസ് സ്റ്റേറ്റ് ഓർ ഇൻ മോൾട്ടൺ സ്റ്റേറ്റ് ആർ കോൾഡ് ഇലക്ട്രോലൈറ്റ്സ്. എന്താ പറയുന്നത്? അക്വസ് സ്റ്റേറ്റിലോ അല്ലെങ്കിൽ മോൾട്ടൺ സ്റ്റേറ്റിലോ ഉള്ള കെമിക്കൽ സബ്സ്റ്റൻസസ്, അവരുടെ പ്രത്യേകത എന്താ? അവർക്ക് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രോലൈറ്റുകൾ എന്ന് പറയുന്നത് കേട്ടോ. കിട്ടിയില്ല, നമ്മൾ ഇലക്ട്രോളിസിസ് ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, അപ്പൊ അതിനകത്ത് ഇലക്ട്രോലൈറ്റ് പഠിച്ചിട്ടില്ലേ? അതുപോലെ തന്നെയാണ് ഇവിടെ. ഓക്കെ, ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാൻ കഴിവുള്ള കെമിക്കൽ സബ്സ്റ്റൻസസ്, അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ they will be in the aqueous state അല്ലെങ്കിൽ മോൾട്ടൺ സ്റ്റേറ്റ്. ഓക്കെ, ഇനി ഇവിടെ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, വാട്ട് വിൽ ബി ദ റീസൺ? എന്തായിരിക്കും അതിന്റെ റീസൺ? അതെ, അവിടെ ഡ്യൂ ടു ദ മൂവ്മെന്റ് ഓഫ് അയോൺസ്, അവിടെയുള്ള അയോൺസിന്റെ മൂവ്മെന്റ് കാരണമാണ് അവിടെ കറണ്ട്, കണ്ടക്ഷൻ ഓഫ് കറണ്ട് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് മനസ്സിലാക്കി വെക്കാം കേട്ടോ, നമുക്കത് അറിയാമല്ലോ. ഇലക്ട്രോൺസ് മൂവ് ചെയ്യുമ്പോഴാണ് ശരിക്കും ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുക എന്നുള്ളത് അറിയാം. അതുപോലെ തന്നെ ഇവിടെ. ഓക്കെ, ഇനി electrolytes in ionic equilibrium can be further classified into strong and weak electrolyte. അപ്പൊ ഇനി എന്താണ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്, എന്താണ് വീക്ക് ഇലക്ട്രോലൈറ്റ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ ആണ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. എന്താണ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്? നോക്കൂ, electrolytes which dissociate almost completely into constituent ions. ഇതിനാണ് ഇവിടെ പ്രത്യേകത, കംപ്ലീറ്റ്ലി
കണ്ടോ, കംപ്ലീറ്റ്ലി. എന്താ അത് ഉദ്ദേശിക്കണേ? നോക്കൂ, ഞാനിപ്പോ ഇച്ചിരി അപ്പോഴേ പറഞ്ഞ എക്സാമ്പിൾ തന്നെയാണ് എടുക്കുന്നത്. NaCl. NaClന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സോൾട്ട് ആണല്ലേ, സോൾട്ട് ആണ്. സോ ഇവരെന്ന് വെച്ച് കഴിഞ്ഞാല് കംപ്ലീറ്റ് ആയിട്ട്, അതായത് NaClലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു, കുറച്ച് വാട്ടർ ഒഴിക്കുകയാണെന്ന് വിചാരിക്കേ. ഓക്കെ, വാട്ടർ ഒഴിച്ചു കഴിഞ്ഞാല് അവിടെയുള്ള എത്ര NaCl ഉണ്ടോ അവർ ടോട്ടൽ ആയിട്ട് എന്തായി ഡിസോസിയേറ്റ് ചെയ്യും? Na+ഉം Cl- ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യും. ഇത് കിട്ടിയോ? അതായത് ഇവിടെ ഇപ്പൊ 100 NaCl ഉണ്ടെന്ന് വിചാരിക്കൂ. അപ്പോ ഇത് ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാവും? 50 Na+ഉം 50 HCl, സോറി Cl- ആയിട്ട് മാറേണ്ടതാണ് ശരിക്കും, അല്ലേ? അപ്പൊ ഇതിൽ എന്ത് ചെയ്യുന്ന പറയുന്നത്, കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യും, അതിന്റെ കോൺസ്റ്റിറ്റ്യുവന്റ് അയോൺസ് ആയിട്ട് അവരെന്ത് ചെയ്യും, ഡിസോസിയേറ്റ് ചെയ്യും. ഇങ്ങനെയുള്ളവരെ നമ്മൾ എന്ത് പറയുന്നത്, സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത്. പിടികിട്ടിയില്ലേ? ഇത്രയേ ഉള്ളൂ. അവര് എക്വ സൊല്യൂഷനിൽ കംപ്ലീറ്റ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്ത് പോകും. ഓക്കെ, അതായത് ആ സൊല്യൂഷനകത്ത് NaCl എന്ന രീതിയിൽ അവിടെ ഒരിക്കലും നമുക്ക് മോളിക്യൂൾസ് കാണാനായിട്ട് പറ്റില്ല. അവിടെ കാണാൻ പറ്റുന്നത് Na+ഉം Cl- ആയിട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കാണാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഇവരെ നമ്മൾ എന്ത് പറയുന്നത്, സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ നോക്കൂ, ഓൾ സോൾട്ട്. എല്ലാ സോൾട്ടും ഇതിന് എക്സാമ്പിൾ ആണ്. പക്ഷെ HgCl2 അതുപോലെ CdBr2 ഇവർ രണ്ടുപേരും എന്തല്ല, അതിനകത്ത് നമുക്ക് എടുക്കാനായിട്ട് പറ്റില്ല, അവർ എക്സെപ്ഷൻ ആണ് കേട്ടോ. അടുത്തത് മിനറൽ ആസിഡ്സ്, സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ്, അതുപോലെ ആസിഡ്, അങ്ങനെയുള്ള മിനറൽ ആസിഡുകളെല്ലാം ഇതിന് എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ബേസുകൾ, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ബേസുകളിൽ NaOH, KOH, ഇവരെല്ലാം സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന് എക്സാമ്പിൾ ആണ്. അപ്പൊ എക്സാമ്പിൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. മെയിൻ ആയിട്ട് ഇങ്ങനെ ആലോചിക്കുക, എന്താണ് നമ്മുടെ ആസിഡുകൾ, സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ് ഒക്കെ പറയുന്നില്ലേ, അവരെല്ലാം സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണെന്ന് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ബേസുകൾ, അതുപോലെ സോൾട്ടുകൾ, ഇവര് 3 പേരാണ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിന് എക്സാമ്പിൾ. ഓക്കെ, നെക്സ്റ്റ് ആണ് വീക്ക് ഇലക്ട്രോലൈറ്റ്. നമുക്ക് വീക്ക് ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും പ്രത്യേകത? ആലോചിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ, ലെസർ എക്സ്റ്റെന്റ്. ഇതാണ് ഇവിടെ നോട്ട് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറയുന്നത്. അതായത് ഡിസോസിയേഷൻ എന്ന് പറയുന്നത് പകുതി നടക്കുന്നുള്ളൂ, പകുതി എന്നല്ല, കുറച്ചേ നടക്കുന്നുള്ളൂ. ഒരിക്കലും ഫുൾ ആയിട്ട് അവർ എന്ത് ചെയ്യുന്നില്ല, ഡിസോസിയേറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ഇപ്പൊ ഞാൻ NaClന്റെ കേസ് ഞാൻ ഫസ്റ്റ് പറഞ്ഞല്ലോ, ആ കേസാണ് ഇവിടെ വരുന്നത്. എക്സാമ്പിൾ ഇപ്പൊ നോക്കിക്കോളൂ, CH3COOH. ഇതാരാ? ഇതിന്റെ പേരെന്താ? യെസ്, അസിറ്റിക് ആസിഡ്. അറിയാലോ, അസിറ്റിക് ആസിഡ്. അപ്പൊ നമുക്ക് ചിലപ്പോ തോന്നി ആസിഡ് അല്ലേ, അപ്പൊ അത് സ്ട്രോങ് ആണ് എന്നുള്ളൊരു തോന്നൽ വരും. അങ്ങനെ തോന്നൽ വരരുത് കേട്ടോ. അസിറ്റിക് ആസിഡ് ഒരു വീക്ക് ആസിഡ് ആണ് ആക്ച്വലി. ഓക്കെ, സോ ഇവര് ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് CH3COO- H+, ഇങ്ങനെയാണ് അവർ എന്ത് ചെയ്യുന്നത്, ഡിസോസിയേറ്റ് ചെയ്യുക. പിടികിട്ടിയോ? ഇങ്ങനെയാണ് അവർ ഡിസോസിയേറ്റ് ചെയ്യുന്നത്. സോ ഞാനൊരു ബീക്കർ എടുക്കുവാണ്, അതിനകത്തേക്ക് ഈ പറയുന്ന അസിറ്റിക് ആസിഡ് പോർ ചെയ്തിട്ടുണ്ട്. അസിറ്റിക് ആസിഡ് പോർ ചെയ്തിട്ടുണ്ട്. അതിലൂടെ ഞാൻ വെള്ളം ഒഴിക്കുകയാണ് വിചാരിക്കും, H2O, അതായത് എക്വ സൊല്യൂഷൻ ആക്കി മാറ്റുകയെന്ന് വിചാരിക്കൂ. സോ അവിടെ ഇതിപ്പോ ഒരു 100, അപ്പോഴേ പറഞ്ഞ പോലെ തന്നെ 100 അസിറ്റിക് ആസിഡ് ഉണ്ടെന്ന് വിചാരിക്കൂ. ഓക്കെ, 100 അസിറ്റിക് ആസിഡ് ഉണ്ടെന്ന് വിചാരിക്കൂ. സോ ഇവിടെ ഇങ്ങനെ എക്വസ് ആക്കി മാറ്റിക്കഴിഞ്ഞാല് അതിനകത്ത് ഒരു 25 ഓക്കെ, 25 CH3COO- ഒരു 25 H+ മാത്രമാണ് ഇതിനകത്ത് എന്തായിട്ട് മാറുള്ളൂ, ഡിസോസിയേറ്റ് ചെയ്ത് മാറുള്ളൂ. പിടികിട്ടിയോ? ബാക്കി എത്രയുണ്ട്? 25 50 കഴിഞ്ഞു. ബാക്കി 50 CH3COOH ആയിരിക്കും ഇതിനകത്ത്. അതായത് ഒരു 50 CH3COOH ഇതിനകത്ത് ഉണ്ടാവും. ഓക്കെ, 25 CH3COO- 25 H+ ആയിരിക്കും ഇതിനകത്ത് ഉണ്ടാവും. അപ്പൊ അതിനർത്ഥം എന്താ പറയുന്നത്? ടോട്ടലി ഡിസോസിയേഷൻ അവിടെ നടക്കുന്നില്ല, അല്ലെ? ടോട്ടൽ ഡിസോസിയേഷൻ അവിടെ നടക്കുന്നില്ല, ഒരു പാർഷ്യലേ നടക്കുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ളതിനെ നമ്മൾ എന്ത് പറയുന്നത്, വീക്ക് ഇലക്ട്രോലൈറ്റ്. അവർ വീക്കാണ്, അവർക്ക് കംപ്ലീറ്റ്ലി ഡിസോസിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അയണൈസ് ചെയ്യാനുള്ള കഴിവ് അവർക്ക് ഇല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിനെ വീക്ക് എന്ന് പറയുന്നത്, വീക്ക് ഇലക്ട്രോലൈറ്റ്. പിടികിട്ടിയോ? അപ്പൊ ഇതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഓൾ ഓർഗാനിക് ആസിഡ്സ് ആണ്. ഓർഗാനിക് ആസിഡ് മീൻസ് എന്താണ്? സിയും എച്ചും കൂടെ ചേർന്നിട്ടുള്ള എല്ലാ ആസിഡുകളും കേട്ടോ, അവരെല്ലാം എക്സാമ്പിൾ ആണ്. സൾഫോണിക് ആസിഡ് എന്തല്ല നമുക്ക് എടുക്കാനായിട്ട് പറ്റില്ല. സൾഫോണിക് ആസിഡ് എന്താണെന്ന് ഓർമ്മയുണ്ടോ?
ബെൻസീൻ സൾഫോണിക് ആസിഡ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഏതാ ഗ്രൂപ്പ് അത്? SO3H കേട്ടോ. അതാണ് ബെൻസീൻ സൾഫോണിക് ആസിഡ് എന്നൊക്കെ പറയുന്നത്. അതുപോലെ ബേസുകൾ NH3, അതുപോലെ NH4OH, അമീൻസ്, ഇവരെല്ലാമാണ് വീക്ക് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലാരിറ്റി കിട്ടിയില്ലേ? ഇനി നമുക്ക് അയണിക് ഇക്വിലിബ്രിയത്തിന്റെ ആ ഒരു ഡെഫിനേഷനിലേക്ക് ഒന്നുകൂടെ കടന്നു പോവാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. നോക്കൂ, ദ ഇക്വിലിബ്രിയം എക്സ്റ്റാബ്ലിഷ്ഡ് ബിറ്റ്വീൻ ദ അൺഅയണൈസ്ഡ് മോളിക്യൂൾ. ആരാണ് അൺഅയണൈസ്ഡ് മോളിക്യൂൾ ഇവിടെ? ആരാണ്? യെസ്, CH3COOH, നമ്മുടെ അസറ്റിക് ആസിഡ് ആണ് അൺഅയണൈസ്ഡ് അല്ലെ. അതായത് ഡിസോസിയേറ്റ് ചെയ്യാതെ ഇരുന്ന ഒരു 50 CH3COOH ഉണ്ടായിരുന്നല്ലേ, അവരാണ് അൺഅയണൈസ്ഡ്. അയണൈസ് ചെയ്യാത്ത ഇരുന്നത്. ഡിസോസിയേഷനും അയണൈസേഷൻ എന്നെല്ലാം പറഞ്ഞാൽ സെയിം ആണ് കേട്ടോ. ഓക്കെ, ആൻഡ് ദ അയോൺസ് ഇൻ ദ സൊല്യൂഷനകത്ത് ഉണ്ടായിരുന്ന ഇവര് രണ്ടുപേരും 25-25 വീതം ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ എന്ത് ചെയ്തിട്ടില്ലേ അവര്? ഇവര് ഡിസോസിയേറ്റ് ചെയ്ത ആൾക്കാരാണ് ഇവര് രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു ഇക്വിലിബ്രിയത്തെ നമ്മൾ എന്ത് പറയുന്നത്? അയോണിക് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയിന്ന് വിശ്വസിക്കുന്നു. സോ ഇതിന്റെ എക്സാമ്പിൾസ് പഠിച്ചു വെക്കുക. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്, അതുപോലെ തന്നെ വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ കേസ് കേട്ടോ. ഓക്കെ, ഇത്രയാണ് ഫസ്റ്റ് പാർട്ടായിട്ടുള്ള സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്, വീക്ക് ഇലക്ട്രോലൈറ്റ് എന്നതിനെ കുറിച്ച് പറയാനായിട്ട് ഉള്ളത്. നെക്സ്റ്റ് ടോപ്പിക് വരുന്നതാണ് ഡിഗ്രി ഓഫ് അയണൈസേഷൻ ഓർ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. ഓക്കെ, രണ്ട് രീതിയിലും പറയാം. നമ്മൾ ഡിസോസിയേഷൻ നമ്മൾ അപ്പഴേ പറഞ്ഞല്ലോ, ഡിസോസിയേറ്റ് ചെയ്യുന്നു, അയണൈസ് ചെയ്യുന്നു, രണ്ടും ഒരു പേരാണ്. സോ അതുപോലെ തന്നെ ഡിഗ്രി ഓഫ് അയണൈസേഷൻ അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. അപ്പൊ നിങ്ങളത് ആലോചിക്കും, അത് എന്തിനെ സൂചിപ്പിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും ഇതുകൊണ്ട് ഉദ്ദേശിക്കുക എന്നൊന്നും നിങ്ങൾ ആലോചിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ മീൻസ് എക്സ്റ്റെൻഡ്. ഓക്കെ, എത്രത്തോളം എന്നുള്ളൊരു അർത്ഥം വരുന്നതാണ് ഈ ഒരു ടേം കേട്ടോ. അതായത് നമ്മളിപ്പോ ഡിസോസിയേറ്റ് ചെയ്യുന്ന കാര്യമൊക്കെ പറഞ്ഞല്ലോ നമ്മള്, അല്ലെ? ഡിസോസിയേറ്റ് ചെയ്യുന്ന കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ ഇവിടെ എത്രത്തോളം ഡിസോസിയേഷൻ നടന്നു എന്നതിനെ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിനെ മെഷർ ചെയ്യുന്ന ഒരു ടേം ആണ് ഈ പറയുന്ന ഡിഗ്രി ഓഫ് അയണൈസേഷൻ അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ആസ് ആൽഫ. ആൽഫ എന്നുള്ള രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. മനസ്സിലായോ? ആൽഫ. Okay, so നോക്കൂ, it is the fraction of total number of molecules which ionize into constituent ions. അതാ പറഞ്ഞത്. ഞാനിപ്പോ 100 എടുത്തു, NaCl 100 NaCl എടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ അതിനകത്ത് എത്ര എണ്ണം അവിടെ അയണൈസ് ചെയ്തു പോയി എന്നതിനെ കാണിക്കുന്ന മെഷർ. ഓക്കെ, അതിനെ നമ്മൾ എന്ത് പറയുന്നത്? ഡിഗ്രി ഓഫ് അയണൈസേഷൻ എന്ന് പറയുന്നത്. സോ ആൽഫ ഈസ് ഈക്വൽ ടു, നോക്കൂ, നമ്പർ ഓഫ് മോളിക്യൂൾസ് അയണൈസ്ഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ടേക്കൺ. ഓക്കെ, എത്ര മോളിക്യൂൾസ് അവിടെ അയണൈസ് ചെയ്തു ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്. ടോട്ടൽ മോളിക്യൂൾസ് എത്രയാണുള്ളത്, അങ്ങനെയാണ് ആൽഫയെ നമ്മൾ എന്ത് ചെയ്യുന്നത്? കൺസിഡർ ചെയ്യുന്നത്. സോ അതിന് എക്സാമ്പിൾ നമുക്ക് ഇപ്പൊ എടുക്കാം. ഇപ്പോൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ കേസാണ് പറയുന്നത്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ഞാൻ ഏത് എക്സാമ്പിൾ എടുത്തിട്ടുണ്ടായിരുന്നേ? NaCl ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്, ഓർക്കുണ്ടല്ലോ. സോ Na+ഉം അതുപോലെ Cl- ആയിട്ട് അത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഡിസോസിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അതേപോലെ ഞാൻ ഇവിടെ എത്ര എടുത്തു എന്ന് നോക്കിയേ. 100 ഇവിടെ, 50-50 ഇങ്ങനെയല്ലേ എടുത്തിട്ടുണ്ടായിരുന്നത്? ഇത് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കണം. അപ്പൊ നോക്കുക, നമുക്ക് ഇപ്പൊ പറഞ്ഞ ആ ഒരു ഇക്വേഷൻ അനുസരിച്ച് നമുക്ക് നോക്കാം. നമ്പർ ഓഫ് മോളിക്യൂൾസ് അയണൈസ്ഡ്, ഇവിടെ എത്ര മോളിക്യൂൾസ് അയണൈസ് ചെയ്ത് മാറിയിട്ടുണ്ട്? ഒന്ന് പറഞ്ഞേ, എത്ര എണ്ണം ഡിസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്? യെസ്, 50+50 അല്ലെ. Na+ഉം Cl- ഉണ്ടായിട്ടുണ്ടല്ലോ അവിടെ. അത് എത്ര ഉണ്ട്? 50 + 50 100. സോ 100 ഡിവൈഡഡ് ബൈ എന്താ പറയുന്നത്? ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്. ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇവിടെ എത്ര ഉണ്ടായിരുന്നു? 100. സോ 100/100 എത്രയാ? 1. കിട്ടിയോ? സോ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആകുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, അത് ഫുൾ ഡിസോസിയേഷൻ സംഭവിച്ചിട്ടുണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും എത്ര? COOH, CH3COO- പ്ലസ് H+. ഇനി നമ്മൾ എത്ര എണ്ണ എടുത്തിട്ടുണ്ടായിരുന്നത്? ഇത് 100 തന്നെയാണ്. 25-25 അല്ലേ, ഇങ്ങനെയല്ലേ എടുത്തിട്ടുണ്ടായിരുന്നു? ഓക്കെ,
സോ നമുക്ക് ഇനി അതിനകത്തൊന്ന് വാല്യൂ ഒന്ന് ഇട്ട് കൊടുത്താലോ? ഓക്കെ, എന്താ വരുന്നത് നോക്കാം. ആൽഫ ഈസ് ഈക്വൽ ടു ഡിഗ്രി ഓഫ് അയണൈസേഷൻ ഈസ് ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് അയണൈസ് ചെയ്ത ആൾക്കാർ എത്ര ഉണ്ട്? 25 + 25 50 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് എത്രയാ? 100 അല്ലേ? സോ ഇവിടെ എത്രയാ വരിക? 1/2 എന്നല്ലേ വരുന്നത്. 1/2 മീൻസ് 0.5 അല്ലേ? 0.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ്, അതായത് 1-നേക്കാളും കുറവല്ലേ വരുന്നത് വാല്യൂ അല്ലേ? അതുകൊണ്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ആൽഫ ലെസ് ദാൻ 1 എന്ന് കേട്ടോ. ആൽഫ ലെസ് ദാൻ 1 എന്നുള്ളത്. സോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതാണ് ഡിഗ്രി ഓഫ് അയണൈസേഷൻ. അതെന്താണ്? ഇറ്റ് ഈസ് ദ മെഷർ. വേണമെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇങ്ങനെ പറയാം. ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് വിച്ച് അയണൈസ് ഇൻടു കോൺസ്റ്റന്റ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ എക്സ്റ്റെന്റ് ഓഫ് ഡിസോസിയേഷൻ, അങ്ങനെയും പറയാം. അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ഡിസോസിയേഷൻ, അങ്ങനെയും പറയാം. ഇതാണ് ആൽഫ എന്ന് പറയുന്നത് കേട്ടോ. സോ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന് ആൽഫ 1 ആണ്. ഈ പോയിന്റ് എല്ലാം നമ്മൾ ഓർത്തു വെക്കണം. സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ കേസിൽ ആൽഫ എന്ന് പറയുന്നത് 1 ആണ്. വീക്കിലാണെങ്കിൽ ആൽഫ ലെസ് ദാൻ 1 ആയിരിക്കും. ഇതെല്ലാം നമ്മൾ ഓർത്തു വെക്കുക. ഓക്കെ, ഇനി അതേസമയം ഡിഗ്രി ഓഫ് ഡിസോസിയേഷന്റെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു 4 ഫാക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, ഡിഗ്രി ഓഫ് ഡിസോസിയേഷന്റെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു 4 ഫാക്ടേഴ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്നാ പറയുന്നത്. ഒന്നാമതാണ് നേച്ചർ ഓഫ് സൊല്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, നേച്ചർ ഓഫ് സൊല്യൂട്ട് അതെന്താന്നുള്ളത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോ ആരെടുത്തു എന്നുള്ളത് അനുസരിച്ചിരിക്കുമല്ലോ. നമ്മളിപ്പോ NaCl എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്താ സ്ട്രോങ് ആയതുകൊണ്ട് ഫുൾ ഡിസോസിയേറ്റ് ചെയ്യും. ഇനി ഇൻ കേസ് CH3COOH എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വീക്ക് ആണ്. ദെർഫോർ അതെന്താണ്? ഫുള്ളി ഡിസോസിയേറ്റ് ചെയ്യില്ല. സോ അതെന്ത് ചെയ്യും? നേച്ചർ ഓഫ് സൊല്യൂട്ട്, അതാണ് ഫസ്റ്റ് പോയിന്റ്. രണ്ടാമതാണ് നേച്ചർ ഓഫ് സോൾവെന്റ് എന്ന് പറയുന്നത്. ഏതിലാണ് അതിനെ ഡിസോൾവ് ചെയ്യിപ്പിക്കണത് എന്നുള്ളതാണ് നെക്സ്റ്റ് വൺ. എല്ലാത്തിലും എല്ലാം ഡിസോൾവ് ആവില്ലല്ലോ, നമുക്കറിയാലോ അല്ലെ? എല്ലാ സോൾവെന്റിലും എല്ലാം എന്ത് ചെയ്യുന്നില്ല? അയണൈസ് അല്ലെങ്കിൽ ഡിസോസിയേറ്റ് ചെയ്യുന്നില്ല. അതാണ് പറയുന്നത്. രണ്ടാമത് നേച്ചർ ഓഫ് സോൾവെന്റ്. മൂന്നാമത് കോൺസെൻട്രേഷൻ ആണ്. എത്ര എടുക്കണോ എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നുണ്ട്. നാലാമതാണ് ടെമ്പറേച്ചർ. ഓക്കെ, നാലാമത് വരുന്ന ഏതാ? ടെമ്പറേച്ചറാ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ 4 ഫാക്ടേഴ്സ് വിച്ച് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. ദാറ്റ് ഈസ് ആൽഫ. ആൽഫനെ ഡിപ്പെൻഡ് ചെയ്യുന്ന 4 ഫാക്ടേഴ്സ് ആണ് ഇവര്. നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ചിലപ്പോൾ 4 ഓപ്ഷനുകൾ തന്നിട്ട് എങ്ങനെ ചോദിക്കാമല്ലോ. അതായത് ദ ഫാക്ടേഴ്സ് വിച്ച് ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അറിയണം നമ്മൾ. ഒന്ന് സൊല്യൂട്ട്, അതുപോലെ സോൾവെന്റിന്റെ നേച്ചർ, അതുപോലെ കോൺസെൻട്രേഷൻ, ടെമ്പറേച്ചർ. ഓക്കെ, പ്രഷർ തന്നാ നോക്കരുത്. അപ്പൊ അതായിരിക്കും അവിടുത്തെ ഉത്തരം. കിട്ടിയോ? അങ്ങനെ കേട്ടോ. ഓക്കെ, സോ ഇതാണ് ഈ ഒരു കുഞ്ഞു ടോപ്പിക് വരുന്ന ഡിഗ്രി ഓഫ് അയണൈസേഷൻ അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. നെക്സ്റ്റ് ആണ് അയോണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഞാനിവിടെ പറയുന്നത് ശ്രദ്ധിക്കാം. നമ്മൾ ഒരു ബീക്കറിനകത്ത് വെള്ളം കൺസിഡർ ചെയ്യാണ്. അതായത് ഒരു ലിറ്റർ വെള്ളം ഞാൻ കൺസിഡർ ചെയ്യാണ്. ഓക്കെ, ഈ 1 ലിറ്റർ വാട്ടർ എന്ന് പറയുമ്പോൾ 1 kg ഓഫ് വാട്ടർ തന്നെയാണല്ലോ. നമുക്ക് ഡെൻസിറ്റി നോക്കുമ്പോൾ നമ്മൾ സെയിം തന്നെയാ വരിക. സോ 1 kg മീൻസ് എത്ര വരും? 1000 gram. ഓക്കെ, സോ ഇതെല്ലാം സെയിം ആണ് 1 ലിറ്റർ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ. നമുക്കറിയാം നമ്മൾ നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കണ്ടുപിടിക്കുക? നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? വെയിറ്റ് ബൈ മോളിക്കുലർ വെയിറ്റ് ആണ് അല്ലെ? വെയിറ്റ് ബൈ മോളിക്കുലർ വെയിറ്റ്. സോ വെയിറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ എത്ര വരുന്നുണ്ട്? 1000 gram വരുന്നുണ്ട്. ഡിവൈഡഡ് ബൈ മോളിക്കുലർ വെയിറ്റ്. വാട്ടറിന്റെ മോളിക്കുലർ വെയിറ്റ് എത്രയാ? 18. അറിയാലോ, 18. സോ ഇത് നമുക്ക് ചെയ്യുന്ന സമയത്ത് ഏകദേശം ഒരു 55.5 മോൾ എന്നാണ് വരിക. 55.5 മോൾ. ഓക്കെ, ഇതാണ് അതിന്റെ വാല്യൂ. ഇപ്പൊ ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒരു 1 ലിറ്റർ എടുക്കുക, അതിനകത്ത് നമ്മൾ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുന്നത് 1000 ഡിവൈഡഡ് ബൈ 18, therefore 55.5 മോൾ എന്നുള്ള രീതിക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. ഇതുവരെ ഓക്കെ അല്ലേ? നെക്സ്റ്റ്, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? നമ്മളിപ്പോ ഈ ടെമ്പറേച്ചറാണ്. ആ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 298 കെൽവിൻ ആണ് എടുക്കുന്നത്. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ടെമ്പറേച്ചർ ഉണ്ടല്ലോ, അത് തന്നെ നമ്മൾ എടുക്കുക. 298 കെൽവിൻ എന്ന് പറയുന്നത്.
ഓക്കെ, ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ H2 എടുക്കുവാണ്. H2ന്റെ കേസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുക, ഐ മീൻ എങ്ങനെയാണ് ഡിസോസിയേറ്റ് ചെയ്ത് മാറുന്നത്. H+ ആയിട്ടും അതുപോലെ തന്നെ OH- ആയിട്ടാണ് എന്ത് ചെയ്യാറ് സ്പ്ലിറ്റ് ചെയ്യുക, അത് നമുക്കറിയാമല്ലോ. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്വിലിബ്രിയം കണ്ടീഷൻ നമ്മൾ കൺസിഡർ ചെയ്യാണ്. അറ്റ് ഇക്വിലിബ്രിയം കണ്ടീഷനിൽ കൺസിഡർ ചെയ്യുമ്പോൾ H+ എന്ന് പറയുന്നത് 10⁻⁻7 മോൾ ആയിരിക്കും. അതുപോലെ OH- എത്ര തന്നെയാണ് 10⁻⁻7 മോൾ കേട്ടോ. H+ഉം 10⁻⁻7 ആണ്, OH എത്ര തന്നെ വരിക 10⁻⁻7 തന്നെയാണ് വരിക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ H2O എത്ര അവിടെ H2O എത്ര ഉണ്ടാവുക? ഈ 10⁻⁻7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക 0.000 അങ്ങനെ 1 അല്ലെ, അങ്ങനെയല്ലേ വരിക, 7 zeros അങ്ങനെ വരും അല്ലെ. സോ ഇത്രയും ഈ പറയുന്ന വാല്യൂ നമുക്ക് ആദ്യം കിട്ടിയ വാല്യൂ എത്രയായിരുന്നു 55.5 അല്ലേ കിട്ടിയത്. ഈ 55.5ൽ നിന്നും ഈ പറയുന്ന 0.0001 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുന്നു അവിടെ ഏകദേശം 55.4 അങ്ങനെ പോകും. ഓക്കെ അല്ലേ, 999 അങ്ങനെ പോകും. അപ്പൊ ഇതാണ് അതിന്റെ വാല്യൂ വരുന്നത് മനസ്സിലാക്കി. ഇക്വിലിബ്രിയം കണ്ടീഷന്റെ കേസാ പറയുന്നത്. സോ ഇത്രയാണ് ഇവിടുത്തെ മോള്, അതായത് അൺഡിസോസിയേറ്റഡ് ആയിട്ടുള്ള H2O എന്ന് പറയുന്നത് 55.4999 അങ്ങനെ പോകും നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത്. ഇതുവരെ ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമ്മൾ അതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കൺസിഡർ ചെയ്യാം. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എഴുതാൻ അറിയാമല്ലോ, അറിയില്ലേ? K is equal to എന്താ വരിക, കോൺസെൻട്രേഷൻ ഓഫ് H+, അതായത് പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് OH- ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ. ഇങ്ങനെയല്ലേ വരിക, ഓക്കെ അല്ലേ? ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ H2O നമ്മൾ Kന്റെ കൂടെ ചേർത്ത് വെക്കുകയാണ്. അപ്പൊ അതെന്താ വരിക K ഇൻറ്റു H2O ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് H+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് OH-. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. ഇതുവരെ ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നിങ്ങളൊന്ന് നോക്കി നമ്മള് ആദ്യം എടുത്ത ആ കോൺസെൻട്രേഷൻ വാല്യൂ നമ്മൾ എടുത്തുല്ലോ. അപ്പൊ നമുക്ക് ഏകദേശം എത്ര കിട്ടി 55. എത്രയാ വന്ന് 5 എന്നുള്ളൊരു വാല്യൂ ആണ് ആദ്യം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. 55.5 എന്നുള്ള വാല്യൂ ആണ് വാട്ടറിന്റെ മോൾസ് കിട്ടിയത്. ഓക്കെ, ഇനി അതേസമയം നമ്മൾ അൺഡിസോസിയേറ്റഡ് ആയിട്ടുള്ള വാട്ടർ എടുത്ത സമയത്ത് നമുക്ക് എത്രയാ കിട്ടിയേ 55.4999 അങ്ങനെ പോകുന്ന ഒരു വാല്യൂ കിട്ടിയത്. രണ്ടും ഏകദേശം അപ്രോക്സിമേറ്റ്ലി സെയിം തന്നെ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും? H2O വാല്യൂ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ് എന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, കൺക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ കിട്ടിയോ? H2O വാല്യൂ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ടേമിനെ നമുക്ക് ഒരു കോൺസ്റ്റന്റ് ആയി കണക്കാക്കാം. ആ കോൺസ്റ്റന്റ് ആണ് KW എന്ന് പറയുന്നത്. ഓക്കെ, KW. So KW is equal to H+, concentration of H+ into concentration of OH-. So ഇതാണ് ഈ KW എന്ന് പറയുന്ന അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അയോണിക് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. കിട്ടിയോ? KW പറയുന്ന പേരാണ് അയോണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ. സോ ഈ ഒരു റിയാക്ഷൻ വെച്ചൊന്ന് പറഞ്ഞേ, അയോണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ നമ്മൾ എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് H+, കോൺസെൻട്രേഷൻ ഓഫ് H+ ആൻഡ് OH-. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ഹൈഡ്രോണിയം അയോൺസ് ആൻഡ് ഹൈഡ്രോക്സിൽ അയോൺസ് അങ്ങനെയും പറയാം. ഇതാണ് അയോണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ. കിട്ടിയോ? ഏകദേശം ഒരു ഐഡിയ കിട്ടിയോ? ഓക്കെ, ഇനി ഇത് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 290 കെൽവിനിലാണ് നമ്മൾ ഇത് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഇതിന്റെ വാല്യൂ ഇട്ട് കൊടുക്കുന്ന നേരത്ത് നോക്കൂ, KW ഈസ് ഈക്വൽ ടു, ഞാൻ ആദ്യം പറഞ്ഞ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് 10⁻⁻. അതുപോലെ തന്നെ ഇവിടെയും 10⁻⁻. ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത് 10⁻⁻14 ആണ് കിട്ടുന്നത്.
ഓക്കെ, മോൾസ് പെർ കെ ഡബ്ല്യുവിന്റെ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും 10⁻⁻14 ആയിരിക്കും. അയണിക് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും എത്രയായിരിക്കും? യെസ്, 10⁻⁻14 ആയിരിക്കും എന്നുള്ളത് കൂടെ ഓർത്ത് വെക്കുക. ഓക്കെ, ടെമ്പറേച്ചർ മാറുമ്പോൾ അതിനനുസരിച്ചുള്ള ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ. എപ്പോഴും ഒരുപോലെയാണെന്നൊന്നും അങ്ങനെയൊന്നും പറയുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്തുള്ള നോട്ട്സ് ഒന്ന് വായിച്ചു നോക്കാം. അപ്പൊ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടും. നോക്കൂ, പ്യുവർ വാട്ടർ ഇസ് എ വീക്ക് ഇലക്ട്രോലൈറ്റ്. അതാ പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ പറഞ്ഞത് H2O എന്ന് പറയുന്നത് H+ഉം OH- ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ പറഞ്ഞില്ലേ അൺഅയണൈസ്ഡ് ആയിട്ടുള്ള മോൾസ് എത്ര ഉണ്ട് നോക്കാന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ 55.4999 എന്നുള്ളൊരു വാല്യൂ നമുക്ക് അവിടെ കിട്ടിയിട്ടുള്ളത്. സോ പ്യുവർ വാട്ടർ ഒരു വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ് കേട്ടോ. സോ ഇറ്റ് അയണൈസസ് ഇറ്റ് സെൽഫ് ടു എ മിനിമൽ എക്സ്റ്റെന്റ് പ്രൊഡ്യൂസിംഗ് പ്രോട്ടോൺസ് ആൻഡ് ഹൈഡ്രോക്സിൽ അയോൺസ്. പ്രോട്ടോൺസ് മീൻസ് H+ഉം അതുപോലെ തന്നെ ഹൈഡ്രോക്സിൽ അയോൺസ് മീൻസ് OH- അയോൺസും. ഓക്കെ, സോ സെൽഫ് അയണൈസേഷൻ ഓഫ് വാട്ടർ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് എടുത്തിട്ടുണ്ട്? H2O plus H2O എന്നുള്ളതാണ് എടുത്തിട്ടുള്ളത്. ഗീവ്സ് H3O+ഉം OH-ഉം. നമ്മൾ പറഞ്ഞ അതേത് തന്നെയാണ്, ഡിഫറൻസ് ഒന്നുമില്ല. അതായത് ഈ H+നെയും അതുപോലെ തന്നെ H3O+ രണ്ട് രീതിയിൽ നമുക്ക് അതിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും. H+ അയോൺസിനെ രണ്ട് രീതിയിൽ റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാലും അത് കറക്റ്റ് തന്നെയാണ് കേട്ടോ. ഇവിടെ രണ്ടും എടുത്തോന്നേ ഉള്ളൂ, ആസിഡും ബേസ് ആയിട്ട് എടുത്തോന്നേ ഉള്ളൂ. കാരണം നമുക്കത് ആംഫോട്ടറിക് ആണെന്ന് അറിയാമല്ലോ, അതുകൊണ്ട്. Since water is ionized to a minimal extent, out of million of water molecules, only a few are dissociated into H+ and OH-. ഇത് കിട്ടിയില്ലേ? കുറച്ച് മാത്രമാണ് H+ഉം OH- ആയിട്ട് എന്ത് ചെയ്തിട്ടുള്ളൂ? ഡിസോസിയേറ്റ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ കോൺസെൻട്രേഷൻ ഓഫ് അൺഅയണൈസ്ഡ് വാട്ടർ മോളിക്യൂൾ നമ്മൾ പറഞ്ഞു. അതായത് അയണൈസ് ചെയ്യാത്ത വാട്ടർ മോളിക്യൂളിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. നമ്മൾ പറഞ്ഞു അല്ലേ? പറഞ്ഞിരുന്നു. ഇനി ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എഴുതുമ്പോൾ എങ്ങനെ എഴുതും ഇതിന്റെ? നോക്കൂ, H3O+ അതുപോലെ തന്നെ ഇൻറ്റു OH- ചെയ്യുമ്പോൾ താഴെ 2 H2O ഉള്ളത് കൊണ്ട് H2O² എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. മേലെ raised to 2 എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി ഈ H2O⁻² എന്ന് പറയുന്നത് കെന്റെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്. ബാക്കിയുള്ളവർ ഇങ്ങനെ എഴുതുന്നു. സോ അവിടെ എന്തായിട്ട് മാറുന്നുണ്ട്? ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയി മാറുകയാണ് അല്ലെ? അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? കോൺസ്റ്റന്റ് ആയിട്ട് മാറുകയാണ്. നോക്കൂ, വാട്ടർ ഇസ് എ പ്യുവർ ലിക്വിഡ് ആണ്. അതുകൊണ്ട് തന്നെ അതിന്റെ കോൺസെൻട്രേഷൻ കോൺസ്റ്റന്റ് ആണ്. സോ ഈ കോൺസ്റ്റന്റിന് നമ്മൾ എങ്ങനെ എടുക്കുന്നു? KW എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കുകയാണ്. ഓക്കെ അല്ലേ? സോ സിംപ്ലി നമ്മൾ എങ്ങനെ എഴുതുന്നു? KW is equal to H3O+ അല്ലെങ്കിൽ ഇൻറ്റു OH-. അല്ലെങ്കിൽ സിംപ്ലി കണ്ടോ, ഇതാണ് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നത്. രണ്ടും സെയിം ആണ്. നമ്മൾക്ക് H+നെ റീപ്ലേസ് ചെയ്ത് H3O+ എന്ന് എഴുതിയാലും അവിടെ ശരിയാണത്. ഓക്കെ, ബിക്കോസ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ബീക്കർ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡിസോസിയേഷൻ ഓഫ് വാട്ടർ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഈ H2ന്റെ കൂടെ ചേർന്ന് അവിടെയുള്ള H+ ചേരുകയാണ്. H2ന്റെ കൂടെ H+ ആണ് H3O+ എന്ന് പറയുന്ന ഹൈഡ്രോണിയം അയോൺ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് രണ്ടും സെയിം തന്നെയാണ്, വേറെ വേറെ ആണെന്ന് കൺസിഡർ ചെയ്യാൻ നിൽക്കണ്ട. സോ ഇവിടെ നോക്കൂ, രണ്ട് രീതിയിൽ എഴുതാം അയണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ. ഒന്നില്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, അല്ലാച്ച ഇങ്ങനെ എഴുതാം. രണ്ടും സെയിം ആണ് കേട്ടോ. സോ ഹിയർ ദ കോൺസ്റ്റന്റ് KW നമ്മൾ എന്ത് പറയുന്നത്? അയണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ അറ്റ് ഗിവൺ ടെമ്പറേച്ചർ. നമ്മളിപ്പോ കൺസിഡർ ചെയ്ത ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 298 Kelvin ആണ്. ഇവിടെ കിട്ടിയില്ലേ? സോ ഇതാണ് അയണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. കഴിഞ്ഞോ? ഇല്ല. എന്താ ഈ അയണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടറിന്റെ ആ ഒരു ഡെഫിനിഷനും കൂടെ നോക്കൂ. The new constant, product of concentration of water and equilibrium constant is called the ionic product of water. It is also called autoprotolysis constant of water. അതിന്റെ വേറെ പേരാണ് autoprotolysis constant of water. ഓക്കെ, ഇനി ഇപ്പൊ നമ്മൾ പറഞ്ഞു തന്നെയാണ് ionic product of water at a given temperature is defined as the concentration of proton and hydroxyl ion in water or aqueous solution. നമ്മളിപ്പോ പറഞ്ഞ കാര്യം തന്നെയാണ്, രണ്ടെണ്ണത്തിന്റെയും പ്രൊഡക്റ്റ്, കോൺസെൻട്രേഷന്റെ പ്രൊഡക്റ്റ്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് അവിടെ മാറാനുള്ള ചാൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ? അല്ലേ? അതായത് KWന്റെ വാല്യൂ എന്ന് പറയുന്നത് 10⁻⁻14 ആയിരുന്നു അറ്റ് ഏതില്? 298 കെൽവിനില്. ബട്ട് ടെമ്പറേച്ചർ മാറുമ്പോൾ അതിനനുസരിച്ച് അവിടെ മാറ്റം സംഭവിക്കുന്നുണ്ട്. നോക്കൂ, വിത്ത് റൈസ് ഇൻ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഒരു എക്സാമ്പിൾ ഒരു 308 കെൽവിനിലൊക്കെ ആണെന്ന് വിചാരിക്കും, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തു, കോൺസെൻട്രേഷൻ ഓഫ് ദി അയോൺസ് ആൻഡ് ഹെൻസ്
the value of ionic product also increases. Ionic product in the വാല്യൂ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട് അവിടെ, ഇൻക്രീസ് ചെയ്യും. അപ്പൊ ഒരു 10⁻⁻12 എല്ലാമായിട്ട് മാറും, ഇൻക്രീസ് ചെയ്യും കേട്ടോ. ഓക്കെ, അങ്ങനെയൊക്കെ ആയിട്ട് മാറും. അപ്പൊ ഇത്ര ആലോചിക്കുക. ടെമ്പറേച്ചർ KW ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടുമ്പോൾ KW ഇൻക്രീസ് ചെയ്യുന്നു എന്നാലോചിക്കും കേട്ടോ. ഓക്കെ, അറ്റ് 25 ഡിഗ്രി സെൽഷ്യസ്. 25 ഡിഗ്രി സെൽഷ്യസ് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കെൽവിൻ ആയിരിക്കും? 308 അല്ലേ? എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്? +273 ആണ് കേട്ടോ. +273. 25 + 273 ആണ്. ഈ 298 എന്ന് ഞാൻ പറഞ്ഞു ഇച്ചിരി അപ്പോഴേ കേട്ടോ. സെൽഷ്യസിനെ കെൽവിനിലേക്ക് ആക്കാൻ അറിയാമല്ലോ. സോ വാല്യൂ ഓഫ് അയണിക് പ്രൊഡക്റ്റ് ഈസ് 1 × 10⁻14. 10⁻14 അല്ല, 10⁻14 ആണ് കേട്ടോ. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണിത്. 298 കെൽവിനിൽ KWന്റെ വാല്യൂ എന്ന് പറയുന്നത് 10⁻14 ആണ്. ഓക്കെ ഓക്കെ. ഇനി സോ therefore H plus ഈക്വൽ ടു OH മൈനസ് ഈക്വൽ ടു എത്ര വരാം? നമ്മൾ എന്താ പറഞ്ഞേ? KW ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ്. 298 കെൽവിന്റെ കേസാണ് പറയുന്നത് കേട്ടോ. സോ KWന്റെ വാല്യൂ 10⁻14 ആവണമെന്നുണ്ടെങ്കിൽ H പ്ലസും OH മൈനസിന്റെയും വാല്യൂ എന്തായിരിക്കണം? അതെ, 10⁻7 ഇൻറ്റു 10⁻7 അല്ലേ? അങ്ങനെയല്ലേ? A⁻m ഇൻറ്റു A⁻n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A⁻m+n എന്നാണല്ലോ അല്ലേ? അതുപോലെ തന്നെ കേട്ടോ. -7 വരുന്നത്. സോ -14 അവിടെ ആൻസർ വരും. അപ്പൊ അതാ പറയുന്നത് H പ്ലസും OH മൈനസിന്റെയും വാല്യൂ എന്ന് പറയുന്നത് 1 × 10⁻7 ആണ്. ഓക്കെ അല്ലേ? ഓക്കെ. സോ ഇവിടെ പിന്നെ പറയുന്നത് എന്താ? ഫോർ ദ ഡിഫറെന്റ് ടെമ്പറേച്ചേഴ്സ്, ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് അവിടെ എന്ത് ചെയ്യും? ഇതിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യാനുള്ള ചാൻസും കൂടെ ഉണ്ട് കേട്ടോ. അത് നോട്ട് ചെയ്ത് വെക്കാം. ഇത്രയാണ് അയണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടറിൽ പറയാനായിട്ടുള്ളത്. നെക്സ്റ്റ് ആണ് ഓസ്റ്റ്വാൾഡ് ഡൈല്യൂഷൻസ് ലോ. അത് നമ്മൾ എടുത്ത് പറയുന്നില്ല, ബട്ട് നമ്മൾ വീക്ക് ഇലക്ട്രോലൈറ്റ് വരുന്നത് കൊണ്ട് തന്നെ ജസ്റ്റ് ഞാനൊന്ന് ഒരു പെരിഫറലി ഒന്ന് പറഞ്ഞു പോകുന്നു എന്ന് മാത്രം കേട്ടോ, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാനായിട്ട്. ഇപ്പോൾ ഓസ്റ്റ്വാൾഡ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഒരു ലോ കൊണ്ടുവന്നിട്ടുള്ളത്. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കണ്ടുപിടിക്കാനായിട്ടാണ് മെയിൻലി. വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കണ്ടുപിടിക്കാനായിട്ടാണ് മെയിൻലി ഇവിടെ വരുന്നത്. ഇതിനകത്ത് ഇക്വേഷൻ മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. K is equal to C⁻²/1 - ഈ ഒരു വാല്യൂ ഓർത്ത് വെക്കുക. അതിൽ C എന്ന് പറയുന്നത് മോളാർ കോൺസെൻട്രേഷൻ ആണ്. K നമുക്കറിയാലോ, ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ആണ്. ആൽഫ എന്ന് പറയുന്നത് എന്താണ്? ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആണ്. ഓക്കെ, അപ്പൊ ആ ഒരു ഇക്വേഷൻ നോട്ട് ചെയ്ത് വെക്കുക. C⁻² / 1 - α. ഇനി 1 - α എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 1 ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. കാരണം ആൽഫയുടെ വാല്യൂ എന്ന് പറയുന്നത് വളരെ സ്മോൾ ആണ്. സോ അതിന്റെ വാല്യൂ എന്തായി മാറി? K is equal to C⁻² എന്നായിട്ട് മാറി. ഓക്കെ, സോ അതിൽ ആൽഫ എന്തായിട്ട് മാറും? ആൽഫ കണ്ടുപിടിക്കുകയാണെങ്കിൽ എന്തായിട്ട് മാറുക? K is equal to C⁻² ആണെങ്കിൽ അതിൽ ആൽഫ² is equal to എന്തായി മാറും? C ആയിട്ട് മാറുമല്ലോ അല്ലേ? സോ ആൽഫ is equal to K/C. ഇതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്, √Ka/C എന്നുള്ളത്. ഓക്കെ, സോ നമുക്കിതിനെ എങ്ങനെ എഴുതാം? ആൽഫ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/√C ഇങ്ങനെ എഴുതാം. ഓക്കെ, സോ അതാണ് ഇവിടെ ഫസ്റ്റ് ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ കൊടുത്തേക്കുന്നത്. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ മോളാർ കോൺസെൻട്രേഷൻ. എന്ത് മോളാർ കോൺസെൻട്രേഷൻ? √² ഓഫ് മോളാർ കോൺസെൻട്രേഷൻ. അപ്പൊ മോളാർ കോൺസെൻട്രേഷന് ഇൻവേഴ്സ്ലി, അതിന്റെ റൂട്ടിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഓസ്റ്റ്വാൾഡ് ഡൈല്യൂഷൻ ലോ എന്ന് പറയുന്നത്. ഈ ഒരു ഇതല്ല, ഇതിന് ഒരുപാട് ആപ്ലിക്കേഷൻസും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. ഇത് മാത്രമല്ല, മോളാർ കോൺസെൻട്രേഷൻ അറ്റ് ഇൻഫൈനൈറ്റ് ഡൈല്യൂഷൻ അതെല്ലാം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഇത് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, സോ അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇതാണ് ഓസ്റ്റ്വാൾഡ് ഡൈല്യൂഷൻ ലോ. പെരിഫറൽ ആയിട്ട് ഓർത്ത് വെക്കുക. K is equal to C⁻² / 1 - α. ആൽഫ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/√C എന്നുള്ളത് ഓർത്ത്. നെക്സ്റ്റ് ആണ് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഓഫ് വീക്ക് ആസിഡ് ആൻഡ് വീക്ക് ബേസ്. ഡിസോസിയേഷൻ കോൺസ്റ്റന്റിന്റെ കേസാണ്.
നോക്കൂ, വീക്ക് ആസിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അത് പാർഷ്യലി ഡിസോസിയേറ്റ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു അല്ലെ. ഫുൾ ആയിട്ട് H പ്ലസ് അവിടെ ഉണ്ടാവില്ല അല്ലെ. സോ ദ ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയുന്നത് ലെഫ്റ്റിലേക്കായിരിക്കും അത് എന്ത് ചെയ്യുന്നത്, പോകുന്നുണ്ടാവുക. പാർഷ്യലി അല്ലേ ചെയ്യുന്നുള്ളൂ. പാർഷ്യലി എന്ന് പറഞ്ഞാൽ ഫുൾ ആയിട്ട് റൈറ്റിലേക്ക് പോകുന്നില്ല. എല്ലാവരും കയറി റൈറ്റിലേക്ക് പോകുന്നില്ല. സോ കുറച്ചു പേരാണ് റൈറ്റിലോട്ട് പോകുന്നുള്ളൂ. സോ ഏറ്റവും കൂടുതൽ ആൾക്കാർ എവിടെ ഉണ്ടാവുക, ലെഫ്റ്റിലാണ് ഉണ്ടാവുക. അതുകൊണ്ട് ലെഫ്റ്റിലേക്കായിരിക്കും ഇക്വിലിബ്രിയം പൊസിഷൻ ഉണ്ടാവുന്നത്. സോ ഒരു എക്സാമ്പിൾ, ഐ മീൻ ആ ജനറൽ ഇക്വേഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. നോക്കൂ, HA ആസിഡ് കാണിക്കാനാണ് H എന്ന് കൊടുത്തിട്ടുള്ളത്. അപ്പൊ HA ഗീവ്സ് H++A- എന്നാണ് കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ KA നമുക്ക് എങ്ങനെ എഴുതാം? K എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. എങ്ങനെ എഴുതുന്നു? അതെ, പ്രൊഡക്ട്സിന്റെ കോൺസെൻട്രേഷൻ, അതായത് കോൺസെൻട്രേഷൻ ഓഫ് H+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A- ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് HA. ഓക്കെ അല്ലേ? ദ ആസിഡ് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ്, അതായത് KA എന്ന് പറയുന്നത് മെഷർ ഓഫ് ദ എക്സ്റ്റെന്റ് ടു വിച്ച് ആൻ ആസിഡ് ഡിസോസിയേറ്റ്സ് ഇൻ സൊല്യൂഷൻ ആൻഡ് ദെർഫോർ ഇറ്റ്സ് സ്ട്രെങ്ത്. ഒരു സൊല്യൂഷനകത്ത് ഈ പറയുന്ന ആസിഡ് എത്രത്തോളം എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നതിന്റെ മെഷറാണ് ആസിഡ് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. നമ്മളത് K എന്ന് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് നമുക്ക് എങ്ങനെ പറയാം, അത് സ്ട്രെങ്ത്, ആസിഡിന്റെ സ്ട്രെങ്ത്തിനെ കാണിക്കുന്ന ഒരു ടേം ആണ് ഈ പറയുന്ന KA എന്നുകൂടെ നമുക്ക് പറയാനായിട്ട് പറ്റും. ദ ലെസ് ആൻ ആസിഡ് ഡിസോസിയേറ്റ്സ്, ദ സ്മോളർ ദ വാല്യൂ ഓഫ് KA. എന്താ പറയുന്നത്, ആസിഡിന്റെ ഡിസോസിയേഷൻ എന്ന് പറയുന്നത് കുറഞ്ഞു കഴിഞ്ഞാൽ, ഏറ്റവും കുറവ് ഡിസോസിയേഷൻ അവിടെ നടന്നു കഴിഞ്ഞാൽ Kന്റെ വാല്യൂ കുറവായിരിക്കും. Kന്റെ വാല്യൂ കുറവായിരിക്കും. അതേസമയം കിട്ടിയില്ലേ, അതേസമയം സ്ട്രോങ്ങർ ദ ആസിഡ്, ആസിഡ് സ്ട്രോങ്ങർ ആണ് എന്നുണ്ടെങ്കിൽ Kന്റെ വാല്യൂ ഹയർ ആയിരിക്കും. മനസ്സിലായോ? Kന്റെ വാല്യൂ ഹയർ ആയിരിക്കും എപ്പോ ആസിഡ് സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ. Kന്റെ വാല്യൂ ഹയർ ആയിരിക്കും, ആസിഡ് എന്തായിരിക്കും, സ്ട്രോങ് ആണ്. നമ്മൾ അതിനർത്ഥം എന്താണ്, നല്ല രീതിയിൽ ഡിസോസിയേഷൻ അവിടെ സംഭവിച്ചു എന്നുണ്ടെങ്കിൽ, ഓക്കെ, അതായത് കംപ്ലീറ്റ്ലി ഡിസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അവിടെ K എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. K വാല്യൂ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ അസിഡിറ്റി എന്ന് പറയുന്നത് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ഇത്ര ആലോചിച്ചാൽ മതി. Kയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്ത്, സ്ട്രോങ് ആൻഡ് ആസിഡ് ഹയർ ദ വാല്യൂ ഓഫ് K, ഇത് മാത്രം അറിഞ്ഞിരിക്കുക. K വാല്യൂ കൂടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആസിഡിക് ക്യാരക്ടർ എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യുന്ന അറിഞ്ഞിരിക്കുക. ഓക്കെ, നെക്സ്റ്റ്, the value of Ka is constant at specific temperature. Specific temperature consider ചെയ്യുന്ന സമയത്ത് K value കോൺസ്റ്റന്റ്. ഓക്കെ, ഇനി ഈ K വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് വീക്ക് ആസിഡിന്റെ pH കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഓക്കെ, വീക്ക് ആസിഡിന്റെ pH വാല്യൂ പറഞ്ഞാൽ അറിയാമല്ലോ, പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ, അത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇനി ഇക്വിലിബ്രിയം കണ്ടീഷൻസിൽ H+ഉം A- ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറും, H+ഉം A- ഈക്വൽ ആയതുകൊണ്ട് നമ്മൾ അതിനെ H+ തന്നെ കൺസിഡർ ചെയ്യുന്നു. സോ H+² ഡിവൈഡഡ് ബൈ HA എന്നുള്ളതായിട്ട് മാറുന്നു. ഓക്കെ, സോ ഇത്രയാണ് KA കുറിച്ച് പറയാനായിട്ടുള്ളത്. ഇത് ആലോചിക്കുക, KA വാല്യൂ ചെയ്യുമ്പോൾ acidic character increases. As degree of dissociation for നമ്മൾ പറഞ്ഞു തന്നത് ഡിഗ്രി ഓഫ് ഡിസോസിയേഷന്റെ കേസാണ്. ഇനീഷ്യലി
100 ആണ് ഉണ്ടായത് എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെയായിരിക്കും ഒരു ഫൈനൽ കോൺസെൻട്രേഷനും വരുന്നത്, ആസ് അതെന്താണ് വീക്ക് ആസിഡ് ആയതുകൊണ്ട് കേട്ടോ. ഇഫ് ദ വാല്യൂസ് ഓഫ് Ka ആൻഡ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് HA ആർ നോൺ, ഓക്കെ, ഇനീഷ്യൽ കോൺസെൻട്രേഷൻ അറിയാം, അതുപോലെ തന്നെ കെയുടെ വാല്യൂ അറിയാം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് കണ്ടുപിടിക്കാന്നാ പറയുന്നത്? നോക്കൂ, the concentration of H plus ions can be found by rearranging the above expression and determining pH. pH മനസ്സിലാക്കുകയും അതുപോലെ തന്നെ H plus ionsന്റെ കോൺസെൻട്രേഷനും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്ന പറയുന്നത് കേട്ടോ. Ka വാല്യൂ, HA വാല്യൂ, അതുപോലെ pH അറിയാം എന്നുണ്ടെങ്കിൽ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ആണ് ഇതിന്റെ ക്വസ്റ്റ്യൻസ്. ജസ്റ്റ് ഒരു 5 ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ, ചെറിയ പോർഷൻ ആണ്. സോ അതൊന്നും നമുക്ക് മാർക്കും സ്കോർ ചെയ്യാനായിട്ട് പറ്റും. മാക്സിമം അത് പഠിച്ചു വെക്കാം. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് മേ നോട്ട് ബി എ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്? ഇതിനകത്ത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് അല്ലാത്തത് ഏതാണെന്നാ ചോദിക്കുന്നത്. ഓപ്ഷൻസ് നോക്കൂ: ഹൈഡ്രോക്ലോറിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ്, അമോണിയ. അത് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയുന്നുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു, സ്ട്രോങ് ആയിട്ടുള്ള എല്ലാ ആസിഡുകളും എന്തിനു വരുന്നതാണ്? സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൽ വരുന്നതാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു അല്ലേ? അപ്പൊ ഇതിനകത്ത് ആൻസർ ഏതാ? അമോണിയ. അമോണിയ ഒരു വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ്. ഓൾ ഓർഗാനിക് ആസിഡ്സ് എക്സെപ്റ്റ് സൾഫോണിക് ആസിഡ് ആർ ഡാഷ് ഇലക്ട്രോലൈറ്റ്സ്. അത് നമ്മൾ എടുത്തു പറഞ്ഞു. എല്ലാ ഓർഗാനിക് ആസിഡും, അതായത് CH അടങ്ങിയിട്ടുള്ള എല്ലാ ഓർഗാനിക് ആസിഡും എന്താണ്? വീക്ക് ഇലക്ട്രോലൈറ്റ് ആണെന്ന് പറഞ്ഞില്ലേ? ഞാൻ അസിറ്റിക് ആസിഡ് പറഞ്ഞു തന്നുല്ലോ, CH3COOH. ആളെന്തായിരുന്നു? അസിറ്റിക് ആസിഡ് ആണെന്ന് വിചാരിക്കരുത്. അത് ആസിഡ് എന്ന് പറഞ്ഞ് സ്ട്രോങ് അല്ല, അത് വീക്ക് ആണെന്ന് ഞാൻ പ്രത്യേകം എടുത്തു പറഞ്ഞു. അപ്പൊ അവര് ഓർഗാനിക് ആസിഡ് ആണെന്ന് മനസ്സിലായില്ലേ? CH ഉള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ ഓർഗാനിക് ആസിഡും എന്താണ്? വീക്ക് ആണ്, എക്സെപ്റ്റ് സൾഫോണിക് ആസിഡ് കേട്ടോ. ആൻസർ ഓപ്ഷൻ A ആണ് വരുന്നത്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻ അയോണിക് ഇക്വിലിബ്രിയം? ഇതിൽ ഏതാണ് അയോണിക് ഇക്വിലിബ്രിയം എന്നാണ് പറയുന്നത്? ആദ്യത്തെ കേസ് നോക്കൂ. AgI ആണ്. സിൽവർ അയോഡൈഡ് Na2S ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ Ag2S plus 2Ni. ഈ റിയാക്ഷൻസിന്റെ എല്ലാം പ്രത്യേകത നോക്കൂ. ആദ്യത്തെ 3 റിയാക്ഷന്റെ പ്രത്യേകതകൾ. ശരിക്കും പറഞ്ഞാൽ റിയാക്ഷൻസ് ആണ് അവിടെ നടക്കുന്നത് അല്ലെ? റിയാക്ഷൻസ്, അതായത് അവര് രണ്ടുപേരും കൂടെ ചേർന്ന് അതിന്റെ അയോൺസ് ആണോ അവിടെ ഉണ്ടായിട്ടുള്ളത്? ഒരിക്കലും അല്ല. അവിടുത്തെ അയോണുകളല്ല ഉണ്ടായിട്ടുള്ളത്, പകരം അവിടെ റിയാക്ഷൻസ് ക്യാരി ഔട്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അയോണിക് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അൺഅയണൈസ്ഡ് ആയിട്ട് നിൽക്കുന്ന, അതുപോലെ തന്നെ അയണൈസ് അതിന്റെ കോൺസ്റ്റിറ്റ്യൂവന്റ് ആയിട്ടുള്ള അയോൺസ് ചേർന്നുണ്ടാവുന്ന ഇക്വിലിബ്രിയം ആണ് അയോണിക് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആൻസർ എന്ന് പറയുന്നത് D ആണ് വരുന്നത്. ഓക്കെ, ക്ലാരിറ്റി വേണമെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. അതായത് AgI കൺസിഡർ ചെയ്ത് നോക്കൂ. AgI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ Ag പ്ലസും I മൈനസും ആണ് വരുന്നത് അല്ലേ? അതേപോലെ Na2S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Na പ്ലസും S2 മൈനസ്, ഇങ്ങനെയാണ് അതിന്റെ അയോൺസ് അവിടെ വരുന്നത് അല്ലേ? അപ്പൊ ഇതുപോലത്തെ ഉള്ള അയോൺസ് ആയിട്ടാണോ അവിടെ നമ്മൾ റൈറ്റ് സൈഡിൽ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്? ഏതെങ്കിലും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇവര് രണ്ടുപേരും കൂടെ ചേർന്നിട്ടുണ്ട്, അതുപോലെ ഇവര് രണ്ടുപേരും കൂടെ ചേർന്നിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് കിടക്കുന്നത് അല്ലേ? അതുപോലെ തന്നെയാണ് ഈ കിടക്കുന്ന 3 പേരും, ആദ്യത്തെ 3 റിയാക്ഷൻസും. പക്ഷേ ലാസ്റ്റ് വൺ നോക്കൂ, H2O എന്ന് പറയുന്നത് എങ്ങനെ ഡിസോസിയേറ്റ് ചെയ്യുക? H പ്ലസും OH മൈനസ് ആയിട്ട് റിയാക്ട് ചെയ്യുന്നത് അല്ലേ? അതിൽ OH മൈനസ് നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. സോ ദാറ്റ് അത് അയോണിക് ഇക്വിലിബ്രിയത്തിന് എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് നോക്കൂ, വാട്ട് ദ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഓഫ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കംപ്ലീറ്റ്ലി ഡിസോസിയേഷൻ അവിടെ നടക്കുന്നുണ്ട് അല്ലെ? കംപ്ലീറ്റ് ഡിസോസിയേഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ടോട്ടൽ നമ്പർ ഓഫ് അയോൺസും അതുപോലെ തന്നെ ഡിസോസിയേറ്റ് ചെയ്ത മോളിക്യൂൾസിന്റെ എണ്ണവും സെയിം ആയിരിക്കും. സോ 100/100 അല്ലെ? നമ്മൾ എടുത്ത എക്സാമ്പിൾ, ആസ് പെർ ദ എക്സാമ്പിൾ 100/100 1 ആണ് ആൻസർ. സോ ഓപ്ഷൻ A 1 ആണ് ഇവിടെ ആൻസർ വരുന്നത്. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് ഓൺ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫാക്ടേഴ്സ്. കണ്ടോ, ഞാനത് എടുക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നു. അതുപോലെ ഒരു ക്വസ്റ്റൻ ആണത്. നേച്ചർ ഓഫ് സോല്യൂട്ട്, നേച്ചർ ഓഫ് സോൾവെന്റ്, സൗണ്ട്, കോൺസെൻട്രേഷൻ. സൗണ്ട് എന്ന് വന്നതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും സൗണ്ട് ആണ് ആൻസർ എന്നുള്ളത്. പക്ഷെ ഇൻ കേസ് അവിടെ പ്രഷർ അങ്ങനെയൊക്കെ വരാം, അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ ഇവിടെ പ്രഷർ വന്നു അല്ലെ? അങ്ങനെ എന്തെങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ, അതുപോലെ ടെമ്പറേച്ചർ, ഇങ്ങനെ ടെമ്പറേച്ചർ ഡിപ്പെൻഡഡ് ആണ് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗട്ട് വരും. സോ നോട്ട് ചെയ്ത് വെക്കുക. ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ആണല്ലോ, നമ്മൾ 4 കാര്യമല്ലേ വേണം. അപ്പൊ അതുപോലെ പ്രഷർ ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗട്ട് വരണ്ട. ഓക്കെ, സോ 4 ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ, കോൺസെൻട്രേഷൻ, നേച്ചർ ഓഫ് സോല്യൂട്ട്, നേച്ചർ ഓഫ് സോൾവെന്റ്. ഓക്കെ, അപ്പോൾ
ഇത്രയാണ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ചെറിയ ടോപ്പിക്കാണ്, സോ അതുകൊണ്ട് ആരും സ്കിപ്പ് ചെയ്യരുത്. മാക്സിമം പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇതിനുള്ള മാർക്കും നിങ്ങൾ ഷുവറിറ്റി നിങ്ങൾ കൊണ്ടുവരിക കേട്ടോ. ഓക്കെ, സോ താങ്ക് യു.